നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അവസാന ഓവറിൽ ടീം ഇന്ത്യക്ക് വിജയിക്കാൻ 7 റൺസ്. പന്തെറിയാനെത്തിയ റൊമാരിയോ ഷെഫേർഡിൻ്റെ ആദ്യ പന്തിൽ സഞ്ജു സാംസന്റെ വക ഒരു കിടുക്കാച്ചി സിക്സർ, അടുത്ത പന്തിൽ ഒരു കിടിലൻ ഫോറും. അത് കഴിഞ്ഞിട്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി 97 റൺസാണ് അദ്ദേഹം നേടിയത്. അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൈ ഉയർത്തി പിന്നെ ഒരു സെലിബ്രേഷൻ അങ്ങിട്ടിട്ട് യെസ്, എന്തൊരു മാസ്മരികമായ നിമിഷങ്ങളാണതൊക്കെ. ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമിയും ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും ആവേശത്തോടു കൂടി കണ്ടുനിന്ന, രോമാഞ്ചത്തോടു കൂടി കണ്ടുനിന്ന നിമിഷങ്ങൾ. സഞ്ജു സാംസൺ ദി റിയൽ ഹീറോ. ഈ സെമി ഫൈനൽ മത്സരം ടീം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം സഞ്ജു സാംസണിൻ്റെ ഈ മാസ്മരിക ഇന്നിങ്സാണ്. 50 പന്തുകൾ നേരിട്ട താരത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 97 റൺസാണ്. 50 പന്തുകൾ 12 ഫോറും 4 സിക്സും അടക്കം 97 റൺസ്. യെസ്, വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ടീം ഇന്ത്യ ഇതാ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. അതിപ്രധാനമായ ഒരു നോക്കൗട്ട് ക്വാർട്ടർ ഫൈനൽ മത്സരം പോലെ നടന്ന സൂപ്പർ 8 ലീഗ് കളിയിൽ ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അതെന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ കണ്ടു. നല്ല ഡ്യൂ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ കൂടി മുതലെടുത്താണ് ടീം ഇന്ത്യ വിജയിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് മോശമല്ലാത്ത സ്കോർ അടിച്ചു. നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് അവർ 195 റൺസാണ് അടിച്ചത്. അവർക്ക് വേണ്ടി ഷായ് ഹോപ്പ് 32, ചെയ്സ് 40, ഹെറ്റ്മേർ 27, റുദർഫോർഡ് 14, പിന്നെ പവലും ഹോൾഡറും ചേർന്നുള്ള ഒരു കിടിലൻ കൂട്ടുകെട്ട്. 19 പന്തിൽ നിന്ന് 34 റൺസാണ് പവൽ അടിച്ചതെങ്കിൽ 22 പന്തിൽ നിന്ന് 37 റൺസാണ് ജെയ്സൺ ഹോൾഡറുടെ വക. ഇന്ത്യക്ക് വേണ്ടി ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 36 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള കൂട്ടുകെട്ട്. സ്കോർ ബോർഡ് 29 നിൽക്കവേ അഭിഷേക് മടങ്ങി. 11 പന്തിൽ നിന്ന് 2 ഫോറുകളുടെ സഹായത്തോടെ 10 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. എന്നാൽ സഞ്ജു ഒരു ഭാഗത്ത് നിന്ന് സംഹാര താണ്ഡവം അങ്ങ് തുടങ്ങി. ഇഷാൻ കിഷൻ 6 പന്തിൽ നിന്ന് 10 റൺസുമായിട്ട് മടങ്ങിയെങ്കിലും സഞ്ജു തൻ്റെ അടി അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. സൂര്യകുമാർ യാദവ് 16 പന്തിൽ 1 ഫോറും 1 സിക്സും അടക്കം 18 റൺസ് അടിച്ച് മടങ്ങി. തിലക് വർമ്മ തൻ്റെ കോൺട്രിബ്യൂഷൻ കൃത്യമായിട്ട് നൽകി. 4 ഫോറുകൾ ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു. ഒപ്പം ഒരു സിക്സറും. 15 പന്തിൽ 27 റൺസ്. അപ്പോഴൊക്കെ മറുഭാഗത്ത് സഞ്ജു നിർബാധം തൻ്റെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം 82 റൺസ് പിന്നിട്ട് പോകുമ്പോൾ സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ്, ഇന്ത്യയുടെ ഒരു സക്സസ്ഫുൾ T20 വേൾഡ് കപ്പ് ചേസിൽ അടിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ 82 റൺസ്, അതും മറികടന്ന് സഞ്ജു മുന്നോട്ട് പോയി. അവിടെയാണ് ഈ ഇന്നിങ്സിൻ്റെ പ്രാധാന്യം വരുന്നത്. ചരിത്രത്തിൽ ഒരു T20 വേൾഡ് കപ്പിൽ ഒരു ഇന്ത്യൻ താരം ചേസ് ചെയ്യുമ്പോൾ എടുക്കുന്ന ഉയർന്ന സ്കോറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ 14 പന്തുകൾ 2 ഫോറും 2 ഫോറുകളുടെ സഹായത്തോടു കൂടി 17 റൺസ് അടിച്ചു. ഷാമർ ജോസഫിൻ്റെ പന്തിൽ ജെയ്സൺ ഹോൾഡർ പിടിച്ച് പുറത്തായി. നേരത്തെ ഹോൾഡർ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തിരുന്നു, അതിന് പരിഹാരം. പക്ഷേ ഡ്യൂബെ വന്നു, 2 കിടിലൻ ഫോറുകൾ. 8 റൺസുമായിട്ട് അദ്ദേഹം പുറത്താ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അവസാനം സഞ്ജു ആ കളി മനോഹരമായിട്ട് അങ്ങ് ഫിനിഷ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിക്സർ, എന്തൊരു സിക്സറായിരുന്നു അത്. പിന്നാലെ ആ ഒരു ഫോറും അദ്ദേഹം അടിച്ചതോടുകൂടി ടീം ഇന്ത്യ വിജയപഥത്തിലേക്ക് ഏറി. 4 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയത്തോടെ ടീം ഇന്ത്യ ഇതാ സെമി ഫൈനലിൽ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.